നേരെ കൊച്ചിയിലേക്ക് പോകാം. ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്നും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചാക്കിൽ കെട്ടിയ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടുടമ ജോർജ് എന്നയാളെ രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒടുവിൽ ജോർജ് കുറ്റസമ്മതം നടത്തിയിരുന്നു. സാമ്പത്തിക ഇടപാടിനെ തുടർന്നാണ് ഈ സ്ത്രീയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് ജോർജ് മൊഴി നൽകിയിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന് നൽകും. ജിജീഷ്, ഈ ജോർജിനെ രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ ഇയാൾ കുറ്റസമ്മതം നടത്തിയിരുന്നു. ഒരു ലൈംഗിക തൊഴിലാളിയാണ് കൊല്ലപ്പെട്ടതെന്നും സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് കമ്പിപ്പാരയും ചുറ്റികയോ മറ്റോ ഉപയോഗിച്ച് തലക്കടിച്ചുവെന്നും ഇയാൾ പോലീസിനോട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ പറയൂ ജിജീഷ്. ഗൗതം, തുടക്കത്തിൽ എന്താണ് ഈ ഒരു സംഭവം എന്നെ സംബന്ധിച്ച് വലിയ സംശയവും ദുരൂഹതയും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിരിക്കുന്നു. ഈ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ജോർജ് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസ് ഇപ്പോൾ ACP മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്, സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ്. ഈ സ്ത്രീ ഒരു ലൈംഗിക തൊഴിലാളിയാണ് എന്നൊരു കാര്യത്തിൽ കൂടി പോലീസ് സ്ഥിരീകരണം നൽകുന്നുണ്ട്. എറണാകുളം സൗത്തിൽ ലൈംഗിക തൊഴിലാളികൾ തമ്പടിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും ആണ് ഇയാൾ സ്ത്രീയെ കൊണ്ടുവന്നത് എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ വീട്ടിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ജോർജും ഈ സ്ത്രീയും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് കൊലപാതകം നടത്തി എന്ന ഒരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇയാൾ കസ്റ്റഡിയിലാണ്. ആദ്യം ഈ സംഭവം മൃതദേഹം കാണുന്ന ആ സമയത്ത് മൃതദേഹത്തിന് അരികിൽ തന്നെ ഇരിക്കുന്ന നിലയിലായിരുന്നു ജോർജ്. മദ്യലഹരിയിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ചോദിക്കുന്നതിനൊന്നും തന്നെ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. 6:15 ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരെത്തിയപ്പോഴാണ് ഈ മൃതദേഹവും തൊട്ടരികിൽ മദ്യലഹരിയിൽ ഇരിക്കുന്ന ജോർജിനെയും കാണുന്നത്. തുടർന്ന് കൗൺസിലറെ വിവരം അറിയിച്ചു. കൗൺസിലർ സ്ഥലത്തെത്തി. കൗൺസിലറോടും ഇവരുടെ ചോദ്യങ്ങൾക്കും ഇയാൾക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. തന്നെ എഴുന്നേൽപ്പിക്കണം, പുറത്തേക്ക് കൊണ്ടുപോകണം എന്നെല്ലാം അവ്യക്തമായി പറയുക മാത്രമായിരുന്നു ചെയ്തത്. ഈ ഒരു ഉടൻ തന്നെ കൗൺസിലർ പോലീസിനെ വിളിച്ചറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പല വിവരങ്ങളും ഇയാൾക്ക് പറയാൻ ഇയാൾ പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഈ കൊലപാതകമാണ് എന്ന കാര്യവും താൻ കൂട്ടിക്കൊണ്ടുവന്നതാണ് ഈ സ്ത്രീയെ എന്നും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ തങ്ങൾ തമ്മിൽ ഉണ്ടായപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യത്തിലും മദ്യലഹരിയിലും കമ്പിപ്പാര കൊണ്ട് താൻ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പിന്നീട് പുറത്തുള്ള കാനയിൽ ഈ മൃതദേഹം ഉപേക്ഷിക്കുന്നതിന് വേണ്ടി കെട്ടിവലിച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെയാണ് തൊട്ടടുത്ത സ്ഥലങ്ങളിലും വീടുകളിലും എല്ലാം എത്തി ആ മദ്യലഹരിയിൽ ചാക്ക് അന്വേഷിച്ചത് എന്ന കാര്യം ഇയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചാക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു. അതെല്ലാം വലിയ സംശയങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഇടവരുത്തിയിരുന്നു. കാരണം ഇതൊരു കൊലപാതകമാണ് എന്നത് സംബന്ധിച്ചുള്ള സൂചന, കൊലപാതകി ജോർജ് തന്നെയാണ് എന്നതിൻ്റെ സൂചനകളെല്ലാം തന്നെ ആ ഒരു ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്തു. പിന്നീടാണ് വിശദമായ ഒരു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. അത് തന്നെയാണ് ഇൻക്വസ്റ്റ് നടപടികളാണ് പുരോഗമിക്കുന്നത്. പോസ്റ്റ്മോർട്ടം കൂടി പൂർത്തിയാകുന്നതോടെ കൂടുതൽ വ്യക്തത വരും. മാത്രമല്ല സ്ത്രീയെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. എറണാകുളം സ്വദേശിയാണ് എന്നൊരു സൂചന മാത്രമാണ് ലഭിച്ചത് എന്ന കാര്യമാണ് പോലീസ് പറയുന്നത്. ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതും അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവരശേഖരണം കൂടി അന്വേഷണ സംഘം ഇപ്പോൾ പ്രധാനമായും നടത്തുന്നുണ്ട്. ഓക്കെ, വളരെ ഞെട്ടിപ്പിക്കുന്നതും ദാരുണവുമായ ഒരു സംഭവം കൊച്ചിയിൽ നടന്നിരിക്കുന്നു. സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മൃതദേഹം ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കുകയാണ് ജോർജ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഈ വിഷയത്തിൽ പോലീസ് എന്താണ് പറയുന്നത് എന്നതുകൂടി നോക്കാം. വീടിൻ്റെ ഉടമസ്ഥനാണ് ജോർജാണ് ബോഡിയുടെ അടുത്തുണ്ടായിരുന്നത്. ജോർജിനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. ജോർജ് ആദ്യം പറഞ്ഞത് ജോർജിന് ബോഡിയെക്കുറിച്ച് അറിയത്തില്ല, മരിച്ച ആളെ അറിയത്തില്ല, എങ്ങനെയാണെന്ന് ഓർത്തത്. ജോർജ് ഇങ്ങനെ കണ്ടു, അവനും ഇത് കണ്ട് ഭയപ്പെട്ട് ബോഡിയുടെ അടുത്ത് ഇരുന്ന് പോയതാണെന്നുള്ളൊരു വേർഷനാണ് ജോർജ് ആദ്യം എടുത്തത്. ജോർജിനെ കൂടുതലായിട്ട് നിലവിലുള്ള കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പം ജോർജ് തന്നെ അഡ്മിറ്റ് ചെയ്തു. ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് കയറ്റിക്കൊണ്ട് വന്നതായിരുന്നു. അവർ സെക്സ് വർക്കിനായിട്ട് വന്നിട്ടുള്ളതായിരുന്നു. അതിനുശേഷം സാമ്പത്തികപരമായിട്ട് അവർ തമ്മിൽ തർക്കമുണ്ടായി. തർക്കം മൂത്ത് ജോർജ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ, കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടെ അടുത്തുള്ളൊരു മുറി തന്നെ കമ്പിപ്പാരി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപാതകം നടത്തി എന്നുള്ളതാണ്. അതിനുശേഷം ഡെഡ് ബോഡി അവിടെ നിന്ന് മുറിയിൽ നിന്നും മറിയാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്താണ് ഇവിടെ വരെ ജോർജ് കഴുത്തിൽ കയറ് കെട്ടി വലിച്ച് കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം ഇവിടെ
സാമ്പത്തിക തർക്കമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ലൈംഗിക തൊഴിലാളിയായിട്ടുള്ള സ്ത്രീയെ ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയും മരണപ്പെട്ടുവെന്ന് ഉറപ്പിച്ച ശേഷം ചാക്കിൽ കെട്ടി മൃതദേഹം ഉപേക്ഷിക്കുകയുമായിരുന്നു. എന്തായാലും ഈ പ്രതിയെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.